ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വ്ളോഗാണ്. ഒരു രാവിലെ 3 മണി തൊട്ട് വെളുപ്പിന് ഒരു 3 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണി വരെയുള്ള ഒരു കൊച്ചു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞാൻ 3 മണിക്ക് എണീറ്റ് എൻ്റെ പ്രെയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്, പിന്നെ ഇവിടെ നമുക്ക് രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് കുർബാനയൊക്കെ കൂടിയതിന് ശേഷമാണ് കേട്ടോ രാവിലെ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ കിച്ചണിൽ വന്നാൽ ഞാൻ സാധാരണ എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത് പോലെ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോഴേ ആദ്യം ചെയ്യുന്നത് അപ്പുക്കുട്ടൻ്റെ പാല് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അവൻ എണീറ്റ് പോരാലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റേത് പാലങ്ങ് റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ പിന്നെ വരുമ്പോൾ നമുക്കങ്ങ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ കരച്ചിലായി, പിന്നെ ബഹളമായി, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആദ്യമേ തന്നെ അവൻ്റെ പാല് റെഡിയാക്കുവാണ്. ആ കൂടെ തന്നെ ഞാൻ എനിക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാൽ പിന്നെയും ചെറിയൊരു കോൾഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. സാധാരണ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കോൾഡ് ഒന്നും വരുന്നതല്ല. പക്ഷെ ഇപ്പം ഒരു 1-2 മാസമായിട്ട് ഇങ്ങനെ ചുമയായിട്ടും ജലദോഷവും പനി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പുക്കുട്ടനും ഉണ്ട് ചെറിയ തോതിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയറിങ്ങൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, പാലൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോഴത്തേക്കും അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അപ്പുക്കുട്ടനെ ഇവിടെ വരുമ്പോഴേ ഇങ്ങനെ പാലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കും കേട്ടോ. ഇനിയിപ്പം അപ്പുക്കുട്ടൻ സാധാരണ ബ്രഷ് ചെയ്യാതെ പാല് കുടിക്കുന്നത്. ഇനിയിപ്പോൾ ആ ശീലങ്ങളൊക്കെ മാറ്റണം. കാരണം അവന് പാല് കൈ കിട്ടിയാലേ ഉള്ളൂ പിന്നെ അവൻ എന്തിനും പോകത്തുള്ളൂ. പിന്നെ ഞാൻ പാല് അവിടെ വെപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കും. അതിന് ശേഷമുള്ളൂ പാല് കൊടുക്കുകയുള്ളൂ. എങ്കിൽ പോലും കൂടെ ബ്രഷ് ചെയ്തിട്ട് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശീലിപ്പിക്കണം. ഇനിയിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞല്ലോ. ഇന്ന് പിന്നെ ഇപ്പം ബിനീഷേട്ടന് ഈവനിങ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ബിനീഷേട്ടനും കൂടി ഉള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവനിങ്ങനെ എത്രമാത്രം വഴക്കുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. ബിനീഷേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞുകൊണ്ടല്ലോ, നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നായിരുന്നു കേട്ടോ. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കത്തേ ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഖത്തറിലേക്ക് പോരുന്നതിന് മുമ്പാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെ അച്ച് മേടിച്ചതും പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതും കേട്ടോ. ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ഇടിയപ്പം ഉണ്ടാക്കാനാണ്. കാരണം ചോദിച്ചാൽ മറ്റുള്ള എന്തിനേക്കാളും എനിക്കിപ്പം എളുപ്പവും ഇടിയപ്പം ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇടിയപ്പവും അപ്പോൾ ചിക്കനുണ്ട്, അപ്പോൾ ചിക്കനും കൂടെ ആക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രിയിൽ ഇന്നലെ ഈവനിങ്ങിൽ ചായയൊക്കെ കുടിച്ച് കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. സാധാരണ ഞാനങ്ങനെ രാത്രിയിൽ പാത്രങ്ങളൊന്നും കഴുകാൻ വേണ്ടിയിട്ട് ബാക്കി വയ്ക്കാറില്ല. ഇന്നലെ പക്ഷേ ഈ പറഞ്ഞതുപോലെ അപ്പു നല്ല വഴക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് സമയവും കഴിഞ്ഞു പോയായിരുന്നു. നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പാത്രം കൂടെ കഴുകി വെച്ച് കിച്ചണെല്ലാം ക്ലീൻ ആക്കാനുള്ള സമയം ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്ലാസ്സൊക്കെ ഇന്നലത്തത് ഇവിടെ കഴുകാൻ കിടക്കുന്നത്. അല്ല, എനിക്ക് രാവിലെ നമ്മൾ മോർണിംഗിൽ എണീറ്റ് വരുമ്പം തന്നെ കിച്ചൺ നല്ല ക്ലീനായിട്ട് കിടക്കണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണല്ലോ. അല്ലാതെ എനിക്കിങ്ങനെ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ എന്തായാലും കിച്ചണിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ കിച്ചണെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു മൂഡ് പോയി. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേദിവസം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാണ് കിടക്കാറ്. നിങ്ങളെല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ എപ്പോഴും വിട്ടുപോകുന്നതാണ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഇവിടെ ഞാനും കുഞ്ഞും ബിനീഷേട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും കുഞ്ഞും തന്നെ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ വയ്യാഴികളും ഒക്കെ വന്നതുകൊണ്ടും എനിക്ക് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോകാറായിട്ടുണ്ട്. അപ്പോൾ ഈ മാസം നമ്മൾ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞെന്നാൽ എല്ലാ ദിവസവും വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതിക്കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അന്നേരത്തേക്കും കൂടുതൽ വീഡിയോസൊക്കെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
അപ്പോൾ അതാ ഞാൻ പാത്രം കഴുകുന്ന ഇടയ്ക്ക് അപ്പുറത്തുനിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പനും മകനും കൂടെ കളിക്കുന്നു, ഇതിനിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നു, ഭയങ്കര പരിപാടികളാട്ടോ. വിനീഷേട്ടനുണ്ടെങ്കിൽ അവനൊന്നും കൂടി ഭയങ്കര കൊഞ്ചക്ക കേട്ടോ. അപ്പം വിനീഷനാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ തോണ്ടി തോണ്ടി ചെല്ലും, അവൻ വഴക്കുണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. ഇപ്പോൾ അതാ ഒരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ബിനീഷേട്ടനെ അവനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ വഴക്കൊക്കെ പറയുന്ന കാണിക്കുക. അതുകൊണ്ട് അവനിങ്ങനെ നോക്കിയിരിക്കുവാണേ. ഇപ്പോൾ ആ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയ മൂടൊന്നും ഇല്ലാതിരിക്കുന്നത്. അവന് സാധാരണ വിനീഷേട്ടനാണെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോഴേ പറയും, അപ്പ രാവിലെ ഡ്യൂട്ടിക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് വിനീഷേട്ടൻ ഡ്യൂട്ടിക്ക് രാവിലെ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ വരുന്നത് വരെ ഇങ്ങനെ ആൾ അത്രയ്ക്ക് വലിയ ആക്റ്റീവ് ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ വിനീഷേട്ടൻ വന്നെന്ന് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഇതിനിടയ്ക്ക് ബിനീഷാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇടിയപ്പം റെഡിയായി, അത് പാത്രത്തിലിട്ട് വെച്ചു. പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും നമ്മൾ ഇടിയപ്പം മുട്ടക്കറി അല്ലെങ്കിൽ ഇടിയപ്പം കടലക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പം ചിക്കൻ കറിയും ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വിനീഷനോട് ചോദിച്ചപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞു, എന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ ആയല്ലോ. പിന്നെ ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ചെറിയ തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി ലാഭമായല്ലോ എന്നൊക്കെയും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചിക്കൻ വെക്കുന്നത്. ചിക്കൻ നമ്മളിങ്ങനെ ഒരു ഫുൾ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പീസാക്കിയത് അങ്ങനെ അധികം മേടിക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ മേടിച്ചാൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കാറ്. ഇവിടെ ഫ്രോസൺ ചിക്കനേ കിട്ടാറുള്ളല്ലോ. പിന്നെ ഞാനതെല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി അങ്ങനെ പൊടിയെല്ലാം തിരുമ്മി വെച്ച് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്നിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇതിനിടയ്ക്ക് വിനീഷേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വിനീഷേട്ടന് കാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊന്നും എടുക്കാഞ്ഞത്. സമയവും കൂടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ കിഴങ്ങ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വിനീഷനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എങ്കിൽ കിഴങ്ങ് തോരൻ ഉണ്ടല്ലോ, അതങ്ങ് ചൂടാക്കി എടുത്ത് വെച്ചാൽ പോരെ, വേറെ ഇന്ന് കറിയൊന്നും വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ആദ്യം തന്നെ അതങ്ങ് ചൂടാക്കി വെച്ചിട്ട് ഈ പാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് തന്നെ ഞാൻ ചിക്കനെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. കാരണം സമയമൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഞാൻ നന്നായിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കും കേട്ടോ. ഇതിപ്പോൾ ബിനീഷ് ചേട്ടന് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ബിനീഷ് ചേട്ടനും കൂടെ വന്നു കേട്ടോ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ തോന്നി. കാരണം ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആകുമ്പോൾ എനിക്ക് ഓൾറെഡി പണി ചെയ്യാൻ ഇത്തിരി സ്ലോ ആണ്. അപ്പം പെട്ടെന്ന് റെഡി ആവില്ലെന്നറിയാം. അതുകൊണ്ട് പെട്ടെന്ന് വിനീഷനും കൂടെ വന്ന് വിനീഷനെ ഫ്രൈ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങളിതേ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ വിനീഷനും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കാറ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഇതുപോലെ പേപ്പർ വിരിച്ചിട്ടിട്ട് ഒന്നിച്ചാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. പിന്നെ അപ്പോൾ ഓൾറെഡി ഉച്ചക്കത്തേക്കുള്ള കറിയും ആയി. പിന്നെ ഇനിയിപ്പോൾ ചോറും കൂടെ വെച്ചാൽ മതി. പിന്നെ ബിനീഷേട്ടൻ ഇനിയിപ്പം ഈവനിങ്ങിൽ പോയാലും ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് ഇനി കഴിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 11-11:30 ആകുമ്പോൾ ബിനീഷേട്ടൻ പോകും കേട്ടോ. ഈവനിങ് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോറ് വെച്ചിട്ട് ചോറ് അടുപ്പിലാക്കി അരി അടുപ്പിലിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് കിച്ചണെല്ലാം ആകെ അലങ്കോലമായി കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ഞാൻ എവിടെയായിരുന്നാലും ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ കിച്ചൺ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കൊക്കെ പിടിച്ച് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മൊത്തം അലങ്കോലമായിട്ടൊക്കെ എൻ്റെ സമയത്തിനനുസരിച്ചാട്ടോ. എനിക്കിപ്പോൾ സമയമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഫുള്ളങ്ങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാം ചെയ്യുന്നിടയ്ക്ക് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കില്ല. പണിയെല്ലാം തീർത്തിട്ടേ ക്ലീൻ ചെയ്യത്തുള്ളൂ. ഇനിയിപ്പം സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ചെയ്യുന്ന കൂടെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് പോകും കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമേ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട്
ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പം കിച്ചൺ എനിക്കിപ്പം ഇനി എൻ്റെ വീട്ടിലാണെങ്കിലും ശരി, ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ശരി, ഞാൻ എവിടെ ചെന്നാലും എനിക്ക് എപ്പോഴും എൻ്റെ പണിയും കാര്യങ്ങളും കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. എനിക്കൊന്ന് കൂടുതൽ സമയം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ടാണ് എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതാ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ അടുത്തത് നമ്മുടെ റൂമിലേക്കാണ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ. സാധാരണ അപ്പോൾ ഇങ്ങനെ റൂം ഇത്രയും പോലും ക്ലീനായിട്ട് കിടക്കാറില്ല. അവൻ്റെ ടോയ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നിരത്തി ഇടാറുണ്ട്. ഇന്നിപ്പം ബിനീഷേട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് കൂടുതൽ സമയം ബിനീഷേട്ടനായിട്ട് കളിച്ചത് കൊണ്ടാണ് അധികമൊന്നും നിരത്തിയൊന്നും ഇടാതിഞ്ഞത് കേട്ടോ. എന്നാലും ഇട്ടിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ക്രിസ്മസിന് ഉണ്ടാക്കിയ അത് സ്റ്റാർ എല്ലാം പറിച്ച് അവിടെ എല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ അപ്പുക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ തേപ്പിക്കുകയാണ് കേട്ടോ. അപ്പുക്കുട്ടനെ കുളിപ്പിച്ചിട്ട് വേണം ഒന്ന് കിടത്തി ഉറക്കാൻ. എന്നാലേ ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ സമയം 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ തേപ്പിച്ചിരുത്തണം എന്നൊക്കെ വിചാരിക്കും, അവൻ ഇരിക്കില്ല കേട്ടോ. അങ്ങനെ അപ്പുക്കുട്ടനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.